എന്റെയും ജീവിതത്തിൽ ഒരിക്കൽ ഒരു കാലത്ത് ഞാൻ ഒന്നുമില്ലാത്തവനായി, ആരും സഹായിപ്പാനില്ലാത്തവനായി, ആരാരും ശ്രദ്ധിക്കുവാൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ ചിന്തിച്ചു പോയ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഒരു മനുഷ്യന് സഹായിക്കുവാനില്ലാതിരുന്ന സ്ഥാനത്ത് ഞാൻ ഈ ജീവനുള്ള ദൈവത്തെ കാണുവാനായിട്ട് ഈ വാക്യം എന്റെ ജീവിതത്തിൽ വളരെ സ്പർശിക്കുവാനായിട്ടുണ്ട്. അവിടെ നാം ഇന്ന് വായിച്ചത്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം ലോകത്തിൽ അനേക പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, അനേക പുസ്തകങ്ങൾ നാം വായിക്കുന്നുണ്ട്, അനേക അറിവുകൾ നാം നേടുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തില് വ്യത്യാസം വരുത്തുവാനോ ആ മനുഷ്യന്റെ ജീവിതത്തില് ഒരു ഉയർച്ചയ്ക്ക്, ഒരു നന്മയ്ക്കോ വഴിയില്ലാതെ നിരാശരായി പോകുന്ന അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുക. എന്നാൽ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാൻ ഒരു കാര്യമുണ്ട്. ജീവനുള്ള സത്യദൈവമായ, നിത്യദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ച് ഈ ദൈവത്തിന്റെ വാക്കുകളെ, ഈ ദൈവത്തിന്റെ വചനങ്ങളെ നിശ്രദ്ധയോടെ കേട്ട് ആ ദൈവമായ കർത്താവിന്റെ വഴികളിൽ വചനപ്രകാരം നടന്നാൽ, ഇവിടെ നാം വായിച്ചത്, നിന്റെ ദൈവമായ യഹോവ നിന്റെ സർവ്വജാതികൾക്കും മീതെ ഉന്നതനാക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുവാനായിട്ടിരുന്നു, നാം വചനം കേൾക്കേണ്ടത് അല്ലെങ്കിൽ വചനം അനുസരിക്കേണ്ടത് എന്തിനാണെന്ന്. അവിടെ 5 കൂട്ടം കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാനിടയായിത്തീർന്നു. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാല് ആമേൻ, അതേ വചനം തന്നെ പറയുന്നു, നിനക്ക് നന്നായിരിക്കുവാൻ മാത്രമല്ല, നീ സർവ്വജാതികൾക്കും മീതെ ഉന്നതനായിരിക്കുവാൻ, നീ ഒരു ഉയർച്ച പ്രാപിക്കുവാൻ, നിനക്ക് അവനൊരു നന്മയുണ്ടാകുവാൻ നീ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ കേട്ട് ദൈവത്തിന്റെ വചനം നീ അനുസരിച്ച് നീ മുൻപോട്ട് പോയാൽ. അതിന് രണ്ടാമത്തെ വാക്യം വായിക്കുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളൊക്കെയും നിനക്ക് സിദ്ധിക്കും.